ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഞാനും കുച്ചും കൂടെ ഇപ്പം ഇവിടെ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ സൗത്ത് ഏഷ്യൻ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ കാണാൻ വരുന്നത്. ഫെസ്റ്റിവൽ ഇൻ ദ സെൻസ് സൗത്ത് ഏഷ്യൻ എന്നാണെങ്കിലും കൂടുതലും ഇന്ത്യൻ പരിപാടികളാണെന്ന് തോന്നുന്നു. ഇന്ത്യൻ ഫുഡും പിന്നെ പ്രോഗ്രാംസും കൾച്ചറൽ പ്രോഗ്രാംസും ഷോപ്പിങ്ങും അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടി. നാട്ടിലാകുമ്പോൾ എനിക്ക് ഇങ്ങനെ എക്സിബിഷനൊക്കെ കാണാൻ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇവിടെ വന്നേ പിന്നെ എക്സിബിഷനൊക്കെ കണ്ട കാലം മറന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു നോട്ടീസ് കണ്ടത്, ലൈക്ക് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അന്നേ ഞാൻ നോക്കി വെച്ചിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ ഈ ഫെസ്റ്റിവൽ കൂടാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. So I thought I will start a video and let us go inside and see what's happening inside. ഇത് ഉച്ചയ്ക്ക് 12 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ ഉണ്ട്. ഞങ്ങളൊരു 1-2 മണിക്കൂറൊക്കെ ഇതുവഴി കറങ്ങി നടന്ന് ഫുഡൊക്കെ കഴിച്ച് എന്തെങ്കിലും അല്ലറച്ചില്ല ഷോപ്പിംഗ് ഒക്കെ നടത്തി കുറച്ച് ഇന്ത്യൻ വൈബൊക്കെ പിടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. കുച്ചു come on. Okay. പോവാം. Maybe they'll come back. Yeah, maybe. വാ ഇറങ്ങി വാ. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, സൗത്ത് ഏഷ്യൻ കൾച്ചറൽ ഫെസ്റ്റിവൽ. എനിക്ക് എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്രേസാണ് കേട്ടോ. നാട്ടിൽ ട്രിവാൻഡ്രത്താകുമ്പം അവിടെ നടക്കുന്ന ഒട്ടുമിക്ക എക്സിബിഷനിലും ഞാൻ പോകുമായിരുന്നു. പക്ഷെ ബിബിന് തീരെ ഇഷ്ടമല്ല, നാട്ടിലെ ഇഷ്ടമല്ല, ഇവിടുത്തെ ഇഷ്ടമല്ല. ബിബിന് അത് കാരണം വന്നില്ല. ഞാനും കുച്ചും കൂടിയാണ് വന്നിരിക്കുന്നത്. എൻ്റെ വീടിന് തൊട്ടടുത്താണ്, 10 മിനിറ്റ്സ് പോലും ഡ്രൈവ് ഇല്ല. എനിവേ ഫ്രീ എൻട്രി, ഫ്രീ ആണ്, ടിക്കറ്റൊന്നുമില്ല. സോ മണി ഇഫ് യു വാണ്ട് ടു ബൈ സംതിങ് നമ്മൾ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ അകത്ത് കയറാനായിട്ട് എന്തായാലും പാസും ടിക്കറ്റും ഒന്നുമില്ല. എനിവേ നമുക്ക് ഒന്ന് പോയി കണ്ടു. കൈ കെട്ട്, സ്റ്റിക്കി എൻ്റെ You can trust me. I can do this. ഓക്കെ, നമ്മളപ്പം ചുമ്മാ രജിസ്റ്റർ ചെയ്തു ഫ്രീ ആയിട്ട്. ഇനി അകത്ത് കയറാൻ പോവാണ്. കയറുമ്പോൾ തന്നെ വാതൊക്കെ തന്നെ കുറെ ഫുഡാണ് ഇരിക്കുന്നത്. യാ ആദ്യമായിട്ടല്ലേ ഇങ്ങനത്തെ പരിപാടികൾ കാണുന്നത്. സ്റ്റേജ് ഇന്ത്യൻ സ്റ്റേജ് പ്രോഗ്രാംസ്. അപ്പം ഞാൻ കുറച്ച് ഷോപ്പിംഗ് നടത്തി. 3 സാരി മേടിച്ചു. ഭയങ്കര വിലക്കുറവിൽ എനിക്ക് $40 യാ എനിക്ക് 3 സാരി കിട്ടി. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സാരി ഉടുക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം. പക്ഷെ എൻ്റെ കയ്യിൽ അപ്പാടെ എൻ്റെ കയ്യിൽ അങ്ങനെ കേരള നമ്മുടെ ഓണത്തിനൊക്കെ ഉടുക്കുന്ന സാരി അല്ലാണ്ട് വേറെ സാരി ഒന്നുമില്ല. അതാരോ കാർഡ് തന്നെ ചോദിച്ചു. വീടിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ വി ക്യാൻ കോണ്ടാക്ട് യാ. അപ്പം നമ്മൾ തിരിച്ചു പോവാണ്. ഞങ്ങളൊരു 1 മണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തോളൂ. മെയിനായിട്ട് ഞാൻ 3 സാരി മേടിച്ചത് തന്നെ മെയിനായിട്ട് നടന്നു. അപ്പൊ എന്താ ഞാൻ പറഞ്ഞ, ഞങ്ങൾ 1 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തോളൂ. ഓ, കുച്ചുവിന്റെ പുതിയ പല്ല് വരുന്നുണ്ടല്ലേ. യെസ്. അപ്പൊ ഞാൻ വീട്ടിൽ എത്തിയിട്ട് സാരി കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഓക്കെ ഇന്നൊരു സാറ്റർഡേ വ്ലോഗായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യാം. കാരണം പ്രത്യേകിച്ചൊന്നും ഞാൻ അവിടെ നിങ്ങളെ കാണിച്ചു തന്നില്ലല്ലോ. അവിടെ 2-3 ഡാൻസ് ഒക്കെ ഞങ്ങൾ കണ്ടു. ഇവിടെ ഇങ്ങനെ കുറെ ഇങ്ങനെ എന്താ ഇവിടെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ഡാൻസ് അക്കാഡമീസ് ഉണ്ട്, ഡാൻസ് പഠിപ്പിക്കുന്ന സ്കൂളുകൾ. അപ്പം ഓരോ ഡാൻസ് അക്കാഡമിയുടെ പിള്ളേർ അവിടെ നിന്ന് പഠിക്കുന്ന പിള്ളേർ വന്നിട്ട് ഉള്ള പെർഫോമൻസ് ആയിരുന്നു. അപ്പം നല്ല പ്രൊഫഷണലായിട്ട് നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു. ഒത്തിരി നാൾ കൂടിയാണ് ഇങ്ങനെ സ്റ്റേജ് പെർഫോമൻസും ഒക്കെ കാണുന്നത്. എത്രയോ വർഷം, ഇവിടെ വന്നേ പിന്നെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല അല്ലേ. ഓൾമോസ്റ്റ് മോർ ദാൻ 4 years now. It was nice. പക്ഷെ നാട്ടിലെ ഉള്ള സിൻസ് ഇങ്ങനെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട്, പക്ഷെ നാട്ടിലെ പോലുള്ള ഒരു വൈബൊന്നും കിട്ടത്തില്ല. ചെറിയ എല്ലാത്തിനും ഒരു അമേരിക്കനൈസ്ഡ് വൈബ് അല്ലേ, നമുക്ക് അത്ര എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിവേ വി ആർ ഗോയിങ് ബാക്ക് ഹോം. എന്താ കുച്ചു? If you come here and you're going out, they might give you this. Yeah.
if your house breaks from snow, fire, earthquakes, or anything, you can contact them or Okay. call them. Yeah. Okay, thank you. Thank you for the information. I will share with you with our guys. Okay. Thank you, Kuchu. ഹലോ ഗൈസ്, അപ്പം നമ്മൾ എക്സിബിഷൻ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ നേരെ അടുക്കള കയറി കുറച്ച് കറികൾ ഉണ്ടാക്കുവാണ്. കറികൾ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല, കാരണം എൻ്റെ കറികൾ ഉണ്ടാക്കാനുള്ള കോൺസെൻട്രേഷൻ ഫുള്ള് പോകും. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന കറികളുടെ പകുതി മുക്കാലും കഴിഞ്ഞു. അപ്പം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഉണ്ടാക്കി. കൊച്ചിന്റെ കൈ അവിടെ ഉണ്ടോ? ഓക്കെ. അപ്പൊ ഞാന് ബീൻസ് തോരൻ ഉണ്ടാക്കി, പിന്നെ ഒരു ചെമ്മീന്റെ ഒരു കറി ഉണ്ടാക്കി. ദിസ് ഈസ് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുച്ചുവാണ് എന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അങ്ങോട്ട് കാണിക്കേ. ഓക്കെ, അമ്മ കാണിക്കണ്ട. അപ്പൊ ഇതാണ് നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്തവണ ഞങ്ങൾക്ക് കിട്ടിയ ബീഫ് ഉണ്ടല്ലോ, നല്ല ബീഫാ. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ ഞങ്ങൾ മേടിച്ച ബീഫ് ഒരു ഗുണമില്ലാത്ത ബീഫായിരുന്നു കേട്ടോ. വെറുതെ ഉണ്ടാക്കി എന്റെ സമയം കളഞ്ഞെന്നല്ലാണ്ട് ഒരു ഗുണവും ഇല്ലായിരുന്നു. പക്ഷെ ഈ ബീഫ്, നമുക്ക് ബീഫ് കാണുമ്പോൾ തന്നെ അറിയാലോ, ഇതിങ്ങനെ നല്ല നെയ്യൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എനിവേ, അപ്പൊ അതാണ് ബാക്കി എന്റെ കറികൾ ഞാൻ നിങ്ങളെ കാണിച്ചു. ഇതാണ് എന്റെ ചെമ്മീൻ കറി, ഉണക്ക ചെമ്മീന്റെ കറിയാണ്. പിന്നെ ഞാൻ ബീൻസ് തോരൻ ഉണ്ടാക്കി. ബീൻസ് തോരൻ കുറച്ചൊന്നും കരിഞ്ഞു പോയിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പൊ അടുക്കളയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ മേടിച്ച സാരി കാണിച്ചു തരാം. ഞാൻ 3 സാരി മേടിച്ചു കേട്ടോ. 3 സാരി എനിക്ക് ഭയങ്കര വില കുറച്ച് കിട്ടിയതല്ല, ഞാൻ മേടിക്കത്തില്ലായിരുന്നു. കാരണം എനിക്കിവിടെ സാരി യൂസ് ചെയ്യാനായിട്ടുള്ള അങ്ങനെ ഫങ്ഷൻസ് ഒന്നും ഇല്ല. അപ്പം ഞാൻ അവിടുത്തെ എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കുമ്പം സാരിയൊക്കെ കൊടുത്ത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങനെ സാരി മേടിച്ചു. നല്ല വില കുറച്ച് കിട്ടി. അത് $70 സാരി ആയിരുന്നു അത്. അപ്പോൾ അവർ എനിക്ക് $20 തന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ല ലാഭമാണ്. അവരെന്തോ ഇങ്ങനെ അവരുടെ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുവാണ്, അത് കാരണമാണ് അത്ര വില കുറച്ച് തരുന്നതെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് കാണുമ്പോൾ അറിയാം നല്ല അത്യാവശ്യം എന്തോ നല്ലൊരു മെറ്റീരിയലാണ്. അപ്പോൾ പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് മേടിച്ചു. എനിക്ക് സാരിയൊക്കെ കൊടുക്കാൻ കൊതിയായിട്ട് വയ്യായിരുന്നു. അപ്പം ഞാൻ നിങ്ങളെ സാരി കാണിച്ചു തരാം. സോ അപ്പം ഇതാണ് എൻ്റെ 3 സാരികൾ. 3ഉം ഏകദേശം ഒരേ പാറ്റേണും ഒരേ മെറ്റീരിയലൊക്കെയാണ്. പക്ഷെ എനിക്ക് ഈ 3 കളറും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? എനിക്ക് തോന്നുന്ന ഇപ്പോഴത്തെ കറന്റ് സ്റ്റൈലിലെ സാരിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതങ്ങ് മേടിച്ചു. ഹൗ ഇസ് ദിസ്? ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് എന്റെ ബ്ലൗസ് പീസ്. ഈ ബ്ലൗസിനെ എവിടെ തയ്ക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല, അതിനുള്ള സ്ഥലമൊക്കെ കണ്ടുപിടിക്കണം. യാ, ദിസ് ഈസ് 1 സാരി. ഇതൊക്കെ $20 ഭയങ്കര ലാഭമാണ്, എനിക്ക് ഉറപ്പാണ്. ഇതൊരു എന്തായാലും ഇവിടെയൊക്കെ മേടിക്കുകയാണെങ്കിൽ ഒരു $70 എന്തായാലും ആവും. കാരണം ഇത് നല്ല ഒരു കുറച്ച് സിൽക്കി മെറ്റീരിയൽ ആണ്. ദിസ് ഈസ് 1 സാരി. പിന്നെ അതേപോലത്തെ സെയിം പാറ്റേണില് വേറൊരു കളർ. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് കളർ. ദിസ് സ്കൈ ബ്ലൂ അല്ല, കുറച്ചുകൂടെ ഒരു ഡാർക്ക് കളർ. ഇതിലിങ്ങനെ ചെറിയ ചെറിയ പൂക്കളുടെ വർക്കൊക്കെ ഉണ്ട്. യാ, ഇതിലൊക്കെ അവർ $70 എന്നാണ് ടാഗ്. പക്ഷെ അവരെന്നോട് വില കുറച്ച് തന്നത്. ഇത് എന്റെ ബ്ലൗസ് പീസ്. ദിസ് ഇസ് അനദർ സാരി. ആൻഡ് ദിസ് ഈസ് ദ തേർഡ് വൺ. ഇത് തേർഡ് വൺ. അപ്പൊ ഇതാണ് ഞാൻ മേടിച്ച 3 സാരി. അപ്പൊ സാരി മേടിക്കാനായിട്ടൊന്നും അല്ല ഞാൻ പോയത്, ഞാൻ വെറുതെ പരിപാടിയൊക്കെ കാണാനാണ് പോയത്. പക്ഷെ ഇങ്ങനെ ഈ 3 സാരി കണ്ടപ്പോഴത്തേനും എനിക്ക് എന്റെ പിടിവിട്ടുപോയി. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കുമല്ലേ ഞാൻ വീടിനകത്ത് ഇതിന് തൊപ്പി വെച്ചുകൊണ്ട് നടക്കുന്നതെന്ന്. ഇപ്പൊ ഇവിടെ അത്യാവശ്യം തണുപ്പായ കേട്ടോ, വീടിനകത്തൊക്കെ നല്ല തണുപ്പാണ്. പിന്നെ വെറുതെ കറണ്ട് ചാർജ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വീടിനകത്ത് ഹീറ്റർ ഇട്ടിട്ടില്ല. പക്ഷേ ഇങ്ങനെ തൊപ്പി വെക്കുമ്പോൾ നമുക്കൊരു ചെവിയിലൊക്കെ ചെറിയൊരു വാംത് കിട്ടും. അതിനുവേണ്ടിയാണ് ഞാൻ തൊപ്പി വെച്ചേക്കുന്നത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഇന്ത്യ ഫെസ്റ്റിവലിൽ നിന്ന് കിട്ടിയ ടാഗ് ആയതുവരെ ഊരിക്കളഞ്ഞു. എന്താ ഉണ്ടാക്കിയത്? ഫ്ലാറ്റ് സർഫസ്. ഏതോ അത് കുടഞ്ഞിടാനോ? ഫ്ലാറ്റ് സർഫസ് എങ്ങനെ റൗണ്ട് ആവുന്നു? ഇവിടെ ബ്ലാക്ക് ഫ്രൈഡേ അല്ലേ? ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ. നവംബർ 17 തുടങ്ങത്തേ ഉള്ളോ?
ഓക്കെ. ഉച്ചയുടെ എന്താ പരിപാടി? Making ഞാൻ ചോറുണ്ണാൻ പോവാ. അപ്പൊ നിങ്ങൾക്ക് ആർക്കും വിശക്കുന്നില്ല. ഞാൻ clay rinse. ഇത് ക്ലേ ഇനി ഇത് ഡ്രൈ ആക്കുന്നത് എന്തിനാ? To make it dry. To make it clay. ഇത്ര മതി വെച്ചു. Now put all of it on. എന്റെ കൈ പറ്റിക്കാൻ വയ്യ എനിക്ക്. Then do it. Why are you so like that? നമ്മുടെ ഈ സ്റ്റിക്കർ പറിച്ചോ. Use ties so I can. കുച്ചുവല്ലേ ടൈ ചെയ്തത്? Who tied it for me? കുച്ചുവല്ലേ ടൈ ചെയ്ത് തന്നാ? What box? ഒന്നേ ഉള്ളൂ. ആ that's enough. That's all. ബാക്കി ഫിനിഷ് ആയി. അപ്പൊ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഞാൻ നടക്കാൻ ഇറങ്ങിയതാണ്. എന്താ പറയുന്ന, ഞാൻ നേരത്തെ ഞാൻ ഉണ്ടാക്കിയ ബീഫിനെ കുറിച്ച് പറഞ്ഞ എല്ലാം തിരിച്ചെടുത്തിരിക്കുന്നു. ബീഫ് കറി അരപ്പൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനകത്ത് 1-2 കഷ്ണമൊക്കെ നല്ലതാണ്. പക്ഷെ ബാക്കി കഷ്ണം മൊത്തം ഭയങ്കര ഭയങ്കര എന്താ പറയുന്ന ഭയങ്കര കട്ടിയുള്ള കഷ്ണങ്ങൾ. ജീവിതം ഞാൻ വെറുത്തുപോയി. പക്ഷെ എന്താ കറി കുറച്ച് നെയ്യൊക്കെ ഉള്ള ബീഫായതുകൊണ്ട് കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര കട്ടി. ഇപ്പം 2 തവണയാണ് എനിക്ക് ബീഫ് മേടിച്ചിട്ട് ഇവിടെ പണി പാളുന്നത്. ഇവിടെ നമുക്ക് അമേരിക്കൻ സ്റ്റോഴ്സിൽ ഇവിടുത്തെ ടൈപ്പ് ബീഫ് കിട്ടും. പക്ഷേ ഞാൻ ഈ തവണ മേടിച്ചത്, കഴിഞ്ഞ 2 തവണ മേടിച്ചത് ബംഗ്ലാദേശി കടയിൽ നിന്നാണ്. അപ്പോൾ അവിടെ കിട്ടുന്ന ബീഫ് നമ്മുടെ ഒരു നാട്ടിലെ ബീഫിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. അത് കാരണമാണ് ഞാൻ അവിടെ പോയി മേടിച്ചത്. പക്ഷെ 2 തവണ മേടിച്ചതും പണിപാളി. ചവച്ച് എൻ്റെ വായൊരു വഴിയായി. പിന്നെ കാശ് കൊടുത്ത് മേടിക്കുന്ന കാരണം നമുക്ക് കളയാനും മനസ്സ് വരത്തില്ലല്ലോ. എനിവേ, അപ്പോൾ ബീഫിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയാണ്. ഇപ്പം ഇവിടെ അത്യാവശ്യം തണുപ്പായിട്ട് വരുന്നു. ഇപ്പം ഒക്ടോബർ അവസാനം നവംബർ ആദ്യമൊക്കെ ആകുമ്പോഴത്തേനും നല്ല തണുപ്പാവും. മരങ്ങളിലെ ഇലകളൊക്കെ പൊഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതൊക്കെയാണ് വിശേഷം ഗൈസ്. അപ്പം ഞാൻ എൻ്റെ ഈ നെയ്ബർഹുഡിൽ കൂടെ ഇത് ഫുള്ളും ഇങ്ങനെ കറങ്ങി വരാനാണെങ്കിൽ ഒരു 45 മിനിറ്റ്സ് നടക്കാനുള്ളതുണ്ട്. അപ്പം മിക്ക ദിവസവും ഞാനിങ്ങനെ നടക്കാൻ പോകാറുണ്ട്. അത് എനിക്കിവിടെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്, ഇവിടെ ഇങ്ങനെ നടക്കാൻ പോകുന്നത്. ഇറ്റ്സ് സോ പീസ്ഫുൾ. പക്ഷെ ഇപ്പോൾ സൺലൈറ്റൊക്കെ ഒന്നും ഇല്ലാതെ എല്ലാം കാലാവസ്ഥയൊക്കെ ഇങ്ങനെ ഡിമ്മായത് കാരണം ചെറിയൊരു ശോകമാണ്. എങ്കിലും ദാറ്റ്സ് ഓക്കെ. അപ്പോൾ ശരി, ഞാൻ നടക്കാൻ പോവാണ്. പിന്നെ വേറൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ ഈ വ്ളോഗും കൂടെ ഇവിടെ വൈൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു വ്ളോഗുമായിട്ട് കാണാം. ടിൽ ദെൻ യു ഓൾ ടേക്ക് കെയർ. ബൈ.